സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട പോലീസുകാരുടെ കണക്ക് പുറത്തുവിട്ടു. 2016 മെയ് മുതൽ 2025 സെപ്റ്റംബർ വരെ 144 പേരെയാണ് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത്. ഗുരുതര ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടതിന് മാത്രം 82 പേരെ പിരിച്ചുവിട്ടു. ഗുരുതര പെരുമാറ്റ ദൂഷ്യത്തിന് 62 പേരെയും പിരിച്ചുവിട്ടു എന്നാണ് കണക്ക്. അർജുൻ കല്യാണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാൺ, ഗുഡ് ഈവനിംഗ്. അർജുൻ കല്യാൺ, നേരത്തെ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഈ കണക്ക് ചോദിച്ച് നിയമസഭയിൽ വന്നിരുന്നു. ഇപ്പോൾ ആ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒരുപാട് പേർ പറഞ്ഞു അത്രയും പേരൊന്നുമില്ല. ഇന്നിപ്പോൾ ചില മാധ്യമങ്ങളിലും തെറ്റായ വാർത്തകൾ വരുന്നതും നമ്മൾ കണ്ടു. ഇപ്പോൾ യഥാർത്ഥ കണക്കാണോ ഈ പുറത്തു വന്നിരിക്കുന്നത്? മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ 144 പേരെയും പിരിച്ചുവിട്ടോ? ഡോക്ടർ അരുൺകുമാർ, ഇപ്പോൾ ഈ പറയുന്ന പോലീസ് ആസ്ഥാനത്തു നിന്നും പുറത്തുവിട്ട കണക്കുകളാണ്. മുഖ്യമന്ത്രി നേരത്തെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുള്ള കണക്ക് അതേപടി സ്ഥിരീകരിക്കുകയാണ് ഈ പറയുന്ന ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള കണക്കുകൾ. എന്തായാലും നേരത്തെ പോലീസിലെ ചില ക്രിമിനൽ സ്വഭാവത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള സുജിത്തിനെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പശ്ചാത്തലത്തിലാണ് ആ ഒരു സംഭവം നിയമസഭയിൽ ഉൾപ്പെടെ ചർച്ചയായത്. ആ ഘട്ടത്തിലാണ് ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരെ ഈ മുഖം നോക്കാതെ തന്നെ സർക്കാർ നടപടിയെടുത്തു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ അവതരിപ്പിച്ചത്. അതിന് പിന്നാലെയാണ് ഈ കണക്കുകൾ മുഖ്യമന്ത്രി അവതരിപ്പിച്ചത്. അന്ന് 144 പേരെ സർവീസിൽ നിന്നും ഇത്തരത്തിൽ ചില സ്വഭാവ ദൂഷ്യത്തിന്റെയും അല്ലെങ്കിൽ അച്ചടക്ക ലംഘനത്തിന്റെയും ഒക്കെ ഭാഗമായി തന്നെ പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിയമസഭയിൽ മുഖ്യമന്ത്രി അറിയിച്ചത്. എന്നാൽ അതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രതിപക്ഷ നേതാക്കൾ, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവരും പറഞ്ഞിരുന്നത് അത്രയും അധികം പേരെയൊന്നും ഈ സർക്കാരിന്റെ കാലത്ത് പിരിച്ചുവിട്ടിട്ടില്ല, സർക്കാർ കള്ളക്കണക്കാണ് നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള വിമർശനം പോലും ഒരു ഭാഗത്തുകൂടി ഉയർന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പോലീസ് ആസ്ഥാനത്തു നിന്നും പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം 144 പേരെ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ, അതായത് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ഈ ഘട്ടം വരെയുള്ള സമയത്ത് പിരിച്ചുവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് ആസ്ഥാനം തന്നെ സ്ഥിരീകരിക്കുന്നത്. ആകെ പിരിച്ചുവിട്ടത് 144 പേരെയാണ്. അതിൽ ഗുരുതര ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടതിന് മാത്രം 82 പേരെ പിരിച്ചുവിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പോലീസ് ആസ്ഥാനത്തു നിന്നും സ്ഥിരീകരിക്കുന്നുണ്ട്. ഗുരുതര പെരുമാറ്റ ദൂഷ്യത്തിന് 62 പേരെയും പുറത്താക്കിയിട്ടുണ്ട്. വകുപ്പ് തല നടപടിയുടെ ഭാഗമായി 241 പേരെ നീക്കം ചെയ്തിട്ടുണ്ട്, അവരുടെ ചുമതലകളിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പോലീസ് ആസ്ഥാനം പുറത്തുവിട്ടിട്ടുള്ള ഈ കണക്കുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ നിയമസഭയിൽ എന്താണോ മുഖ്യമന്ത്രി പറഞ്ഞത് അതൊന്നുകൂടി സ്ഥിരീകരിക്കുന്നതാണ് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്തു നിന്നും പുറത്തു വന്നിട്ടുള്ള ഈ കണക്കുകൾ. ഡോക്ടർ അരുൺ, താങ്ക് യു. അർജുൻ കല്യാട്, വലിയ കോലാഹലമായിരുന്നു. മുഖ്യമന്ത്രി കള്ളം പറഞ്ഞു എന്നൊക്കെയാണ് പലതരത്തിലുള്ള പ്രതിപക്ഷ പ്രചരണമുണ്ടായത്. ഇപ്പോൾ ഇതാ പോലീസ് ആസ്ഥാനത്തു നിന്ന് തന്നെ ആ കണക്ക് വരുന്നു. 144 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പെരുമാറ്റ ദൂഷ്യത്തിന് പേരിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സംസ്ഥാനത്ത് പിരിച്ചുവിട്ടിരിക്കുന്നത്.